നമ്മളിപ്പോ ഇന്ന് ഇവിടെ ഉള്ള ബസ്സി യുണൈറ്റഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് നമ്മൾ ഇന്നുള്ളത്. അപ്പൊ ഈ ഒരു ക്യാമ്പസിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ വരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. കേറി വരുമ്പം തന്നെ നമ്മൾ വന്ന വഴിയെ വെച്ചൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നല്ല തണലും അടിപൊളി ആംബിയൻസ്, ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളി. ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെ ബ്ലോക്സ് ആണ്, അക്കാഡമിക് ബ്ലോക്സ്, അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്, പ്ലേസ്മെന്റ് സെല്ല്, സെമിനാർ ഹാള്, കഫറ്റീരിയ, ബോയ്സ് ഹോസ്റ്റല്, ഗേൾസ് ഹോസ്റ്റല്. പിന്നെ അങ്ങനെ നേരെ നോക്കുമ്പോൾ തന്നെ കോളേജിന്റെ മെയിൻ ബ്ലോക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ അതുപോലെ നല്ലൊരു ബ്യൂട്ടിഫുൾ ഗാർഡൻ അവിടെ ഫ്രണ്ടിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? അതെ അതെ, ഫുള്ള് ബസ്സും കാര്യങ്ങളൊക്കെ. ഹായ് ഗൈസ്, സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് തോന്നുന്നു. നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലം കണ്ടതൊക്കെ എവിടെ നിൽക്കേണ്ടത് തോന്നുന്നു? ഒരു ഗാർഡനിൽ, ഒരു പാർക്കിൽ നിൽക്കുന്ന ഒരു ഫീലാണ്. അപ്പോൾ ഈ ഒരു ക്യാമ്പസ്, അതെ അതെ, ഈ ഒരു ക്യാമ്പസ് സ്റ്റാർട്ട് ചെയ്തെന്ന് വെച്ചാൽ 1999 യുണൈറ്റഡ് ഇൻഫോടെക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തൊരു ക്യാമ്പസാണ്. ഇപ്പോൾ 25 വർഷത്തോളം, അതായത് ഒരു സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന സമയമാണ്. 25 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ക്യാമ്പസിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവർക്കുള്ള കോഴ്സസ് നോക്കിക്കഴിഞ്ഞാൽ അലൈഡ് ഉണ്ട്, അതുപോലെ തന്നെ ഫാർമസി കോഴ്സസ് ഉണ്ട്, നഴ്സിംഗ് ഉണ്ട്, എഞ്ചിനീയറിംഗ് കോഴ്സ് ഉണ്ട്, ഡിഗ്രി പ്രോഗ്രാം ഉണ്ട്. പിന്നെ ഈ ഒരു ക്യാമ്പസിനകത്ത് തന്നെ സ്കൂളും അവൈലബിൾ ആണ്. അപ്പോൾ 45 ഏക്കറാണ് ഈ ഒരു ക്യാമ്പസ് വരുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചുറ്റി കാണാൻ തന്നെ ഒരുപാട്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു മലയുടെ വ്യൂവും അതിനടിയിലായിട്ട് നല്ല ഭംഗിക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു ഗാർഡൻ ഒക്കെ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഏരിയ അല്ലേ കോളേജ്? അടിപൊളി ക്യാമ്പസ് തന്നെ. ക്യാമ്പസ് നല്ല സൂപ്പർ ഒരു ക്യാമ്പസ് തന്നെ. വന്ന് കയറിയതേ ഉള്ളൂ. അപ്പൊ നമ്മള് ഫസ്റ്റ് പ്രഥമ ദൃഷ്ടിയാൽ കണ്ടതിൽ വെച്ചിട്ട് നല്ല സൂപ്പർ ഒരു ഗ്രീൻ ആയിട്ടുള്ള ഒരു ക്യാമ്പസ്. അപ്പോൾ ഈ ഒരു ക്യാമ്പസിന്റെ ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കണം. പിന്നെ ഈ ഒരു ക്യാമ്പസിനകത്ത് തന്നെ 2 ഗേൾസ് ഹോസ്റ്റൽ അവൈലബിൾ ആണ്. 2 ഗേൾസ് ഹോസ്റ്റലും ഒരു ബോയ്സ് ഹോസ്റ്റൽ അവൈലബിൾ ആണ്. പിന്നെ ഇതിനകത്ത് തന്നെ കഫേയും അതുപോലെ തന്നെ ക്യാൻറ്റീൻസും കാര്യങ്ങളൊക്കെ കുട്ടികൾക്കായിട്ടുണ്ട്. അതായത് ഹോസ്റ്റലും കഫേയും ക്യാൻറ്റീൻസും അതുപോലെ തന്നെ മറ്റെല്ലാ ഫെസിലിറ്റീസും ഈ ഒരു ക്യാമ്പസിനകത്ത് തന്നെ ഉണ്ട്. ഏകദേശം 45 ഏക്കറോളം ക്യാമ്പസ് വരുന്നെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടുത്തെ ലാബ് ഫെസിലിറ്റീസ്, ലൈബ്രറി, ഫാക്കൽറ്റീസിന്റെ ക്വാളിറ്റി, സ്റ്റുഡൻസിന്റെ റിവ്യൂ, മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണം. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. അപ്പൊ നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ ഒരുപാട് കോഴ്സസ് ഇവിടെ അവൈലബിൾ ആണ്. സോ ഓരോ കോഴ്സും ഇവിടെ ഓരോ ബ്ലോക്കിലായിട്ടാണ്, ഡിഫറെന്റ് ബ്ലോക്ക്. അതെ, ഓരോ ഡിപ്പാർട്ട്മെന്റ് ഓരോരോ ബ്ലോക്കിലായിട്ടാണ്. പക്ഷേ നമ്മൾ ആ പോകുന്ന വാക്ക് വേ തന്നെ നല്ല അടിപൊളിയാണ്. ലെഫ്റ്റ് സൈഡ് ഒന്ന് കാണിച്ചു കൊടുത്തേ. 2 പോണ്ടല്ലേ ഇവിടെ? എല്ലാം നന്നായിട്ട് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. അത്രയും 2 സൈഡിലും ആ ഒരു ബ്ലോക്കിന്റെ ഇടയിലായിട്ട് നല്ല 2 ഗാർഡൻസ് ആണ്. അത് നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് ഗ്രീൻ കോട്ട് എന്ന് പറയും. ആക്ച്വലി ഇതൊരു കോമൺ ഏരിയ ആണ്. ദിസ് ഇസ് മെൻ ഫോർ കുട്ടികൾക്ക് പഠിക്കാനും അതുപോലെ ഫുഡൊക്കെ കഴിക്കാനായിട്ടുള്ള ഒരു ഏരിയ ആണിത്. നന്നായിട്ട് ഷീറ്റൊക്കെ ഇട്ട് നല്ല കുറെ മരങ്ങളുടെ താഴെയാണ്. നല്ല തണലുണ്ട്. ഒരു ചെറിയ തണുപ്പൊക്കെ നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. പൊതുവെ തമിഴ്നാട് നിൽക്കുമ്പോൾ എല്ലാവർക്കും ഒരു കോയമ്പത്തൂർ ഒരു ചൂട് ക്ലൈമറ്റ്, പക്ഷേ ഇവിടെ വന്ന് നോക്കി നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. നമുക്ക് ക്യാമ്പസിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ചൂട് അറിയുന്നില്ല. നല്ല തണലാണ് ഫുള്ളായിട്ട്. അപ്പൊ നമുക്കതൊന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ നഴ്സിംഗിന്റെ ലാബും കാര്യങ്ങളൊക്കെ നോക്കാം. അതെ, ഇത് ഇവിടുത്തെ ഫൗണ്ടേഷൻ ലാബാണ്. ഫൗണ്ടേഷൻ ലാബിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറേ ഷെൽഫിലായിട്ട് നമുക്കിവിടെ ഇൻസ്ട്രുമെന്റ്സ് കാണാൻ കഴിയുന്നുണ്ട്. കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷനായിട്ടും ഡെമോയ്ക്കായിട്ടും ഒക്കെ കിഡ്നി ട്രേസ്, പൾസ് ഓക്സിമീറ്റേഴ്സ്, അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ മോണിറ്റർ സിസ്റ്റംസ്, അങ്ങനെ കുറേ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ നല്ലൊരു ഫൗണ്ടേഷൻ ലാബ് എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നു. പിന്നെ അതുപോലെ ആവശ്യത്തിനുള്ള ബെഡ്സും കാര്യങ്ങളും ടൈഫോസും ഒക്കെ കുട്ടികൾക്ക് ഡെമോയ്ക്കായിട്ടും ഡിസ്ക്രിപ്ഷനായിട്ടൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇറ്റ്സ് എ ഗുഡ് ഫൗണ്ടേഷൻ ലാബ്. ഇത് മെന്റ് ഫോർ BSc നഴ്സിംഗ് സ്റ്റുഡൻസിനും അതുപോലെ തന്നെ അലൈഡ് ഹെൽത്ത്, അതായത് പാരാമെഡിക്കൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ലാബാണ്, ഫൗണ്ടേഷൻ ലാബാണ് ഈ കാണുന്നത്. ഇത് യുണൈറ്റഡ് കോളേജിലെ നഴ്സിംഗ് സ്റ്റുഡൻസിനായിട്ടുള്ള ന്യൂട്രീഷൻ ലാബാണ്. പറയാതിരിക്കാൻ വയ്യ, നമ്മളൊരു 50+ കോളേജ് ഇതുവരെ കണ്ടു. ആ കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് ന്യൂട്രീഷൻ ലാബ് എന്ന് വേണേൽ പറയാം. പിന്നെ ഓരോ കോളേജ് നമ്മൾ വീഡിയോയിൽ കണ്ടിരുന്നു. അതിനേക്കാട്ടും നമുക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട ഒരു ന്യൂട്രീഷൻ ലാബാണ് ഈ ഒരു കോളേജിൽ. അത് നമുക്ക് ബെസ്റ്റ് ന്യൂട്രീഷൻ ലാബ് എന്ന് തന്നെ പറയാം. നമ്മൾ ഒരുപാട് കോളേജിൽ പോയി കാണുമ്പോൾ ഒക്കെ ഒരു ചെറിയൊരു ഏരിയ ന്യൂട്രീഷൻ ലാബ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ആ ഒരു ന്യൂട്രീഷൻ ലാബിനായിട്ടൊരു ഏരിയ ഫുള്ളായിട്ട് കൊടുത്തേക്കുന്നു. ഒരു 5 സ്റ്റൗവോളം ഇവിടെ കുട്ടികൾക്ക് ഈ സത്യം പറഞ്ഞാൽ ന്യൂട്രീഷൻ ലാബ് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ കുട്ടികൾക്ക് ഓരോ കലോറിക് ഡയറ്റുകൾ കാര്യങ്ങൾ ഓരോ പ്രിപ്പറേഷൻസിൽ എത്ര
കണ്ടൻസുകൾ ഉണ്ടായിരിക്കും, വൈറ്റമിൻസ്, മിനറൽസ്, അങ്ങനെയൊക്കെയാണ് ഈ ഫസ്റ്റ് ഇയറിൽ നഴ്സിംഗ് സ്റ്റുഡൻസിൻ്റെ ന്യൂട്രീഷൻ സബ്ജക്റ്റ് പഠിപ്പിക്കുന്നത്. സോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് നോക്കണം. സോ അതിനായിട്ടുള്ള സാധനങ്ങൾ ഫുള്ളി എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു ന്യൂട്രീഷൻ ലാബ്. നമുക്ക് ആ വാർഡ്രോബിലെ ഒരു ഷെൽഫിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് കുറേ യൂട്ടൻസിൽസ് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ അതുപോലെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഓരോരോ ഐറ്റംസ് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ ഓരോ കുട്ടികൾക്ക് നിൽക്കാനായിട്ട് ഓരോ സ്റ്റേഷൻസ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വാർഡ്രോബ്സിലെല്ലാം ഇതേ നിറച്ചും യൂട്ടൻസിൽസ്. അത് നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ പൊടി അടിക്കാതിരിക്കാനായിട്ട് ഇങ്ങനെ വാർഡ്രോബിൽ കയറ്റി വെച്ചേക്കാണ്. കുട്ടികൾക്ക് ആവശ്യമുള്ളപ്പം ഇതിൽ നിന്ന് എടുക്കാവുന്നതേ ഉള്ളൂ. സോ നമ്മൾ പറയാതിരിക്കാൻ വയ്യ, ഒരു ബെസ്റ്റ് ന്യൂട്രീഷൻ ലാബ് എന്ന് തന്നെ പറയണം. കുറച്ച് മുമ്പ് നമ്മൾ ന്യൂട്രീഷൻ ലാബ് കണ്ടു. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇവിടെ കമ്മ്യൂണിറ്റി ലാബിലാണ്. കമ്മ്യൂണിറ്റി ലാബും അതുപോലെ തന്നെ നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആണ്. കുട്ടികൾക്ക് ഈ പോസ്റ്റിങ്സിലൊക്കെ കൊണ്ടുപോകാനുള്ള കിറ്റും കാര്യം, അത് ഇനഫ് നമ്പേഴ്സ് ഓഫ് കിറ്റുകൾ നമുക്കിവിടെ കാണാം. നന്നായിട്ട് ലാബ് ഇതും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ഫുള്ളായിട്ട് കണ്ടിട്ട് വരാം. ഇത് ഇവിടുത്തെ OBGYN മെറ്റേണൽ ലാബാണ്. ഇതും നല്ല അടിപൊളി ഒരു ലാബ് എന്ന് വേണം പറയാൻ. എല്ലാ ഇൻസ്ട്രുമെൻസും നല്ല വൃത്തിക്ക് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു. അതുപോലെ ബോൺസ് ആയിക്കോട്ടെ, കുട്ടികൾക്ക് ഡെമോയ്ക്കായിട്ടുള്ള ബോൺസ് കാര്യങ്ങൾ നല്ല വൃത്തിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള രീതിയിൽ നമ്മൾ ആ ഒരു ബോളും കാര്യങ്ങളും നമ്മളൊരു ലാബിലും കണ്ടിട്ടില്ല. പിന്നെ അതുപോലെ നമുക്ക് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫീറ്റൽ ഡെവലപ്മെൻറ്റ്, അതായത് കുഞ്ഞുങ്ങൾ വയറ്റിൽ ഡെവലപ്പ് ആവുന്നതിൻ്റെ ഓരോ സ്റ്റേജസും കാണിക്കുന്ന രീതിയിലുള്ള എന്താ പറയുക, ചെറിയ ചെറിയ കുട്ടി ഡമ്മീസും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാം. പിന്നെ ഈ ലാബൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്, അതാണ് ഇവിടെ നമുക്ക് മെയിനായിട്ട് കണ്ടേക്കുന്നത്. കുട്ടികൾക്ക് പഠിക്കാനായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. അത് മാത്രമല്ല, അത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നു. അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഇവിടുത്തെ അനാറ്റമി ആൻഡ് ഫിസിയോളജി ലാബാണ്. ഇതും നല്ല ക്ലിയർ ആയിട്ട് ഓരോരോ സ്റ്റേഷനിലായിട്ട് ബോണുകളും കാര്യങ്ങളും വൃത്തിക്ക് അറേഞ്ച് ചെയ്തേക്കുന്നു. അതൊക്കെ നന്നായിട്ട് നെയിം ചെയ്ത് കൊടുത്തേക്കുന്നു. ഇപ്പോൾ ഒറിജിനൽ ഇല്ലാത്തതെടുത്ത് അവർ ആർട്ടിഫിഷ്യൽ ബോൺ വെച്ച് കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷനായിട്ട് ക്ലിയർ ആയിട്ട് അതിങ്ങനെ കൂട്ടിയൊന്നും ഇടാണ്ട് എല്ലാം ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് സെഗ്രിഗേറ്റ് ചെയ്ത് വെച്ചേക്കുന്നു ക്ലിയർ ആയിട്ട്. നല്ലൊരു അനാറ്റമി ആൻഡ് ഫിസിയോളജി ലാബ്. നമ്മളുള്ള നഴ്സിംഗ് സ്റ്റുഡൻസ് ആണ്. നിങ്ങൾ ഏത് ഇയറാ? ഞങ്ങൾ ഫസ്റ്റ് ഇയർ ആണ്. ഇപ്പൊ വന്നേ ഉള്ളൂ. എങ്ങനെയുണ്ട് ക്യാമ്പസ്? ക്യാമ്പസ് ഒക്കെ അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. ഫാക്കൽറ്റീസ് എങ്ങനെയുണ്ട്? എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണോ ഫ്രഷേഴ്സ് ആണോ? ഫ്രണ്ട്ലി ആണ് അവര്. നമുക്ക് എന്ത് ചോദിച്ചാലും ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. അടുത്തരും. ലാബ് എങ്ങനെയുണ്ട്? ലാബും ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്കിപ്പോ പറഞ്ഞു തരുന്നൊക്കെ ഉണ്ട് നന്നായിട്ട്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഓക്കെ. ഇപ്പൊ തമിഴ്നാട്ടിലായതുകൊണ്ട് ഇംഗ്ലീഷിലാണോ പഠിപ്പിക്കുന്നതോ തമിഴിലാണോ മലയാളത്തിലാണോ? ഇംഗ്ലീഷാണ്. നമുക്ക് ഡൗട്ട്സ് അവർക്ക് മലയാളം അറിയാൻ പറയാം. പിന്നെ അങ്ങനെയും പറഞ്ഞു തരും. പിന്നെ ഇംഗ്ലീഷിലായാലും പറഞ്ഞു തരും. നമ്മൾ വന്നപ്പോൾ വലിയ ക്യാമ്പസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ക്യാമ്പസിൽ ഭയങ്കര ഹാപ്പിയാണോ? ക്യാമ്പസിൽ ഹാപ്പിയാണ്. മലയാളീസ് ആണല്ലോ കൂടുതലും. നിങ്ങളുടെ ക്ലാസ്സിലൊക്കെ എത്ര പേരുണ്ട് മലയാളീസ്? മലയാളീസ് മിക്കവരും ഒരു 50 ഒരു 25 പേര് തമിഴ് സ്റ്റുഡൻസ് ആണ്. ഒരു 85% മലയാളീസ് ആണ്. ഹോസ്റ്റലിലാണോ? ഞാൻ ഹോസ്റ്റൽ കുഴപ്പമൊന്നുമില്ല. ഹോസ്റ്റലും ഈ പറഞ്ഞ മാതിരി എല്ലാവരും ഫുഡൊക്കെ അടിപൊളിയാണ്. നോൺ വെജ് ഇല്ല, വെജാണ്. ഫുള്ള് വെജാണ്. ഫുഡ് നല്ലതാണ്. ഓക്കെ. പിന്നെ നിങ്ങൾ ട്രാവലിംഗ് എങ്ങനെയാ? നാട്ടിലോട്ട് പോകുന്നത് ഇവിടുന്ന് എങ്ങനെയാ പോകുന്നത്? ഞങ്ങളിപ്പോ ബസ്സിനാണ് പോണേ. കോളേജിൽ നിന്ന് കയറാം നമുക്ക് വേണമെങ്കിൽ. പിന്നെ ഞങ്ങള് ബസ് ബുക്ക് ചെയ്യണ ടൈം നോക്കിയിട്ട് ഇവിടുന്ന് ഓട്ടോ വിളിച്ചിട്ട് അങ്ങോട്ട് പോയിട്ട് പെരുന്നാക്കാൻ പാളയം പോയിട്ട് പിന്നെ അവിടെ നിന്ന് ബസ് കയറാം. ഓട്ടോ ഇട്ടാണ് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? ഇല്ല, വിളിച്ചു കഴിഞ്ഞാൽ അവര് വരും. ഓക്കെ. ഓൾമോസ്റ്റ് ക്യാമ്പസിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. അതായത് ഇവിടെ വരുന്നതിന് മുമ്പ് ഒരു എക്സ്പെക്ടേഷൻ കാണുമല്ലോ, ഞാൻ പഠിക്കാൻ പോകുന്ന +2 പഠിക്കാൻ പോകുന്ന ഒരു കോളേജ്. അപ്പൊ ഒരു കോളേജ് ലൈഫ് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പല്ലേ? ഓക്കെ. മോളുടെ അഭിപ്രായം പറ. ഹാപ്പിയാണോ? ഇവന്റ്സ് ഒക്കെ നടക്കാറുണ്ടോ ഇവിടെ? ഉണ്ട്. നല്ല പ്രോഗ്രാംസ് ആണ്. അപ്പോൾ ഓവറോൾ നിങ്ങൾ ക്യാമ്പസ് ലൈഫ് കൊണ്ടും അക്കാഡമിക്കലി ഹാപ്പിയാണ്? അതെ. ഓക്കെ, താങ്ക് യു. ഇതാണ് ഇവിടുത്തെ നഴ്സിംഗിന്റെ ക്ലാസ് റൂം വരുന്നത്. അത്യാവശ്യം എല്ലാ അമ്യൂണിറ്റീസും ഉള്ളൊരു ക്ലാസ് റൂം തന്നെയാണ്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ക്ലാസ് റൂം. പ്രൊജക്ടറും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സംബന്ധിച്ചിടത്തോളം ഗേൾസിന് മാത്രമേ ഉള്ളൂ നഴ്സിംഗിന് സീറ്റ് അവൈലബിൾ. കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് ബോയ്സിന് സീറ്റ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ സ്റ്റോപ്പ് ചെയ്തു. ഗേൾസിന് മാത്രമാണ് നഴ്സിംഗിന് സീറ്റ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു ക്ലാസ് റൂം തന്നെ പറയാൻ പറ്റും. ഹലോ, എല്ലാവരുടെയും പേരൊന്നും അറിയോ? സാനിയ വർഗീസ്. സ്ഥലം? കൊല്ലം. ലക്ഷ്മി കൊല്ലം. ബിയ എറണാകുളം. കാവ്യ കോട്ടയം. അസ്ലഹ മലപ്പുറം.
തെൻവീറ മലപ്പുറം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ളവരുണ്ട്. അപ്പം നിങ്ങൾ നഴ്സിംഗ്, BSc നഴ്സിംഗ് സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ്, എങ്ങനെയുണ്ട് കോളേജും ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട്? നല്ലതാണ്. നിങ്ങൾ ഹാപ്പിയാണോ? ഹാപ്പിയാണ് എന്ന് വെച്ചാൽ നന്നായിട്ട് മനസ്സിലാവാറുണ്ടോ? ടീച്ചേഴ്സൊക്കെ നല്ല ക്വാളിഫൈഡ് ആണോ? എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരാണോ? ഓക്കെ. നിങ്ങൾ ഹോസ്റ്റലിലാണ് എല്ലാവരും? ഓക്കെ. ഹോസ്റ്റൽ എങ്ങനെയുണ്ട്? നല്ലതാണ്. ഫുഡും കാര്യങ്ങളും ഇവിടെ കേരള റൈസ് ഒക്കെ കിട്ടാറുണ്ടോ? തമിഴുണ്ട്. അപ്പം നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാറുണ്ടോ? ഫുഡൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പം നിങ്ങൾ വീട്ടിൽ പോകുന്നത് എങ്ങനെയാണ്? ഇവിടുന്ന് കുറച്ച് ഉള്ളിലോട്ടാണല്ലോ. അപ്പം വീട്ടിൽ പോകുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? കോളേജ് ബസ് ഉണ്ടെങ്കിൽ കോളേജ് ബസ് അലൗ ചെയ്ത് നമുക്ക് പോവാം. അതല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഓട്ടോ ഫെസിലിറ്റി ഉണ്ട്. സെക്യൂരിറ്റി പറഞ്ഞാൽ സെക്യൂരിറ്റി ഓട്ടോ വിളിച്ച് തരും. നമുക്ക് ഓട്ടോക്കാരൻ നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പോകാം. അല്ലാണ്ട് പോകാനൊന്നും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഗവൺമെന്റ് ബസ് ഒക്കെ ഉണ്ട്. അപ്പം ഡയറക്റ്റ് നമുക്ക് ഇവിടെ പോകാനൊക്കെ പറ്റും. ഓക്കെ. നിങ്ങൾക്ക് ഇപ്പം സെക്കൻഡ് ഇയർ ആയല്ലോ, അപ്പം ഹോസ്പിറ്റൽ പോസ്റ്റിംഗ് ഒക്കെ കിട്ടിയോ? കിട്ടിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലാണല്ലേ പോസ്റ്റിംഗ് വരുന്നത്? എങ്ങനെയുണ്ട്? പേഷ്യൻസ് ഒക്കെ ഉണ്ടോ? പേഷ്യൻസ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഹാൻഡ്സ് ഓൺ എന്ന് വെച്ചാൽ പ്രാക്ടീസ് ഒക്കെ കിട്ടാറുണ്ടോ? കിട്ടാറുണ്ട്. ഓക്കെ. അപ്പം നിങ്ങൾ ഓവറോൾ നിങ്ങളുടെ കോളേജിൽ ഹാപ്പി ആണോ എല്ലാവരും? ഓക്കെ, താങ്ക് യു. ചൂട് ചോറ്, സാമ്പാർ, രസം, ബീട്രൂട്ട് തോരൻ, ഇത്രയും കറിയാണ് ഇവിടെ. കുട്ടികൾക്കുള്ള മെസ് തന്നെയാണ്. ഫുഡ് അൺലിമിറ്റഡ് ആണ്. പിന്നെ ഈ ഒരു ക്യാമ്പസിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഫുള്ള് വെജാണ്. ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. തൂക്കിലുള്ള കറി കൂടുന്നുണ്ട്. അച്ചാറ്, മോര്, പപ്പടം, തൈര് അല്ലേ, ഇത്രയും സംഭവങ്ങൾ കുട്ടികൾക്ക് കൂടുന്നുണ്ട്. ഇതെല്ലാം അൺലിമിറ്റഡ് ആണ്. ഫുഡ് നല്ല അടിപൊളി ഫുഡ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റിലുപരി വൃത്തിയാണ് മെയിനായിട്ട്. പിന്നെ നല്ല സാമ്പാർ, കട്ടിയുള്ള സാമ്പാർ, കോളേജിൽ പോയി സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ വെള്ളം രസമാണെന്ന് വിചാരിക്കും സാമ്പാർ കണ്ട. നല്ല അടിപൊളി ഫുഡാണ് ഇവിടുത്തെ. ഫുഡ് നല്ല രീതിയിൽ കഴിച്ചു കഴിഞ്ഞു. രണ്ടാമത് വാങ്ങിച്ചു കഴിച്ചു. ഇപ്പം നമ്മളിവിടെ 1-2 സ്റ്റുഡൻസ് ഇവിടെ വന്നായിരുന്നു ഇതിനിടയ്ക്ക് ഫുഡ് കഴിക്കാനും വെള്ളം എടുക്കാനൊക്കെ ആയിട്ട്. അവരോട് സംസാരിച്ചപ്പം എന്തുകൊണ്ടാണ് ഈ മെസ്സ് ഇത്രയും വൃത്തിയായിട്ടും നല്ല ഫുഡ് ആകാനുള്ള കാരണങ്ങൾ ചോദിച്ച് മനസ്സിലായി. അതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ ചെയർമാൻ അത്യാവശ്യം സ്ട്രിക്റ്റ് ആണ്. ചെയർമാൻ വെച്ചിരിക്കുന്ന കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഈ മെസ്സും ഈ ഫുഡും ഒക്കെ ഇത്ര ഭംഗിയായിട്ടിരിക്കാൻ കാര്യം. അതെ, അതായത് പുള്ളി വെച്ചിരിക്കുന്ന മെയിൻ ഒരു റോൾ എന്ന് വെച്ചാൽ ഓരോ ഡിപ്പാർട്ട്മെന്റിലെ പ്രിൻസിപ്പൽമാരും എന്നും ഉച്ചയ്ക്ക് ഈ മെസ്സിൽ നിന്ന് കഴിച്ചോണം. കാര്യം സ്റ്റുഡൻസ് മാത്രമല്ല കഴിക്കേണ്ടത്, ഓരോ ഡിപ്പാർട്ട്മെന്റിലെ പ്രിൻസിപ്പൽമാരും കഴിക്കണം. അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അവർക്ക് നോട്ട് ചെയ്ത് പറയാൻ പറ്റും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇത് ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുകയാണ് മെസ്സ്. അപ്പോൾ അവർക്ക് വളരെ സ്ട്രിക്റ്റ് ആണ്. സ്റ്റുഡൻസ് എന്തെങ്കിലും ബാഡ് റിവ്യൂ എഴുതി കഴിഞ്ഞാൽ ഇവർക്ക് ആ മാസമുള്ള പേ ഔട്ട് ഇല്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെച്ചേക്കുന്ന കാരണം ഇവരുടെ ഈ മെസ്സ് നടത്തുന്നവരുടെ കൺസേൺ ആണ് ഇത് ഏറ്റവും ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് പോകാന്നുള്ളത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ റിവ്യൂ മീറ്റിംഗ് ഉണ്ട്. അതെ, മെസ്സിന്റെ റിവ്യൂ മീറ്റിംഗ് വരുന്ന സമയത്ത് ഒരിക്കലും പല കോളേജുകളിലും ഗ്രൂപ്പ് വൈസ് ആയിട്ടായിരിക്കും വിളിച്ച് റിവ്യൂ മീറ്റിംഗ് ചോദിക്കുന്നത്. അതല്ലെങ്കിൽ ഒരു റെപ്രസെൻറ്റേറ്റീവ് വെച്ചിട്ടായിരിക്കും. ഇതെന്ന് വെച്ചാൽ ഫുള്ളായിട്ടും ഓൾ സ്റ്റുഡൻസിനെ വിളിച്ചിട്ടായിരിക്കും റിവ്യൂ മീറ്റിംഗ് നടത്തുന്നത്. പിന്നെ ഇവർക്കുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ ഗേൾസിനാണെങ്കിലും ബോയ്സിനാണെങ്കിലും സെപ്പറേറ്റ് മെസ്സാണ്. അപ്പോൾ അവിടെയും ഇവിടെയും സെയിം ഫുഡ് തന്നെയായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ മാസത്തിൽ ഒരു തവണ നൈറ്റ് ഫുഡ് കൊടുക്കുന്ന വെച്ചാൽ ഇവർ ഒരു എന്താ പറയുക ബഫറ്റ് പോലത്തെ ഉള്ള ഒരു സിസ്റ്റം, ഫീസ്റ്റ് പോലെ നടന്നത്. അതിനകത്തിൽ ബിരിയാണി, പുലാവ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഐസ്ക്രീം, പേട, അതെ, കറക്റ്റ് ഒരു ബഫറ്റ് പോലെ തന്നെ അങ്ങനെ ഒരു പ്രോഗ്രാം എല്ലാ മാസവും ഇവിടെ മെസ്സുകാർ നടത്താറുണ്ട്. അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു കംപ്ലൈൻറ്റ് പോലും പറയാനില്ല. പിന്നെ കുട്ടികളുടെ കാര്യം നമ്മളാണെങ്കിൽ തന്നെ എന്നും ഒരിടത്ത് ഫുഡ് കഴിച്ചാൽ നാക്കിന് ഒരു ടേസ്റ്റ് വ്യത്യാസം ഫീൽ ചെയ്യില്ല, എന്നും ഒരു മടുപ്പുണ്ടാവും. പക്ഷേ ഫുഡ് കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ കഴിച്ചവരെല്ലാം നല്ല അഭിപ്രായം തന്നെ പറഞ്ഞത്. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ നമ്മൾ ഓപ്പൺ ആയിട്ട് പറയും. അടിപൊളി ഫുഡ് തന്നെയാണ് ഇവിടുത്തെ മെസ്സിലെ ഫുഡ്. നമ്മൾ നേരെ മെസ്സിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. മെസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ടാണ് ബോയ്സ് ഹോസ്റ്റൽ. അപ്പോൾ അവർക്ക് ഇപ്പോൾ വീക്കെൻഡ് ടൈമിലൊക്കെ ആണെങ്കിലും വന്ന് ഫുഡ് കഴിക്കാനും എല്ലാ ടൈമിലാണെങ്കിലും വളരെ എളുപ്പം, എല്ലാം അടുത്തടുത്ത് തന്നെയാണ്. ഇനി നമുക്ക് നെക്സ്റ്റും പോകാൻ പോകുന്നത് ലൈബ്രറിയിലേക്കാണ്. ഇവരുടെ മെസ്സിൽ നിന്ന് തൊട്ടടുത്ത് ഇറങ്ങുന്ന സ്ഥലത്താണ് ലൈബ്രറി വരുന്നത്. നമുക്ക് ലൈബ്രറി ഒന്ന് പോയി നോക്കാം. ഇത് ഇവരുടെ ആർട്സിനും ഫിസിയോതെറാപ്പിക്കും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗിനും മാത്രമുള്ള ലൈബ്രറിയാണ്. ഓൾമോസ്റ്റ് ഒരു 10,000+ ബുക്സ് അവൈലബിൾ ആയിട്ടുള്ള ലൈബ്രറിയാണ്. ഇത് കൂടാണ്ട് വേറെ ലൈബ്രറി ഇവിടെ അവൈലബിൾ ആണ്. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ലൈബ്രറി കാണാം. അത്യാവശ്യം നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടിരിക്കുന്ന ഒരു ലൈബ്രറി തന്നെയാണ്.
ഇവിടെ നമുക്ക് എഞ്ചിനീയറിംഗ് സ്ട്രീംസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ബിടെക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ്, അതുപോലെ ബി കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സൈബർ സെക്യൂരിറ്റിയിലുണ്ട്, ബി കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് നോർമൽ, അതുപോലെ തന്നെ ബി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ബി റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ, അതുപോലെ ബിടെക് ഇൻഫർമേഷൻ ടെക്നോളജി. ഇത്രയും പ്രോഗ്രാംസ് ആണ് ഇവിടെ എഞ്ചിനീയറിംഗിന് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നമുക്കൊരു കുതിരയെ കൂടെ കാണാം ഇവിടെ. ഇത് നേരത്തെ ഇവിടുത്തെ മെക്കാനിക്കൽ സ്റ്റുഡൻസോ എന്തോ ചെയ്തു വെച്ചിരുന്ന പ്രൊജക്ട് ആണ്. ഇപ്പം അറ്റ് പ്രസന്റ് ഇവിടെ എഞ്ചിനീയറിംഗ് ഐ ടി ഫീൽഡ് മാത്രമേ ഉള്ളൂ ഇവിടെ നിലവിൽ ഉള്ളത്. പിന്നെ ഇതിനോട് തൊട്ട് പിന്നാലെ തന്നെ ഒരു ക്യാൻറ്റീനും അവൈലബിൾ ആണ്. കുട്ടികളൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ, നല്ല തണലും ക്യാൻറ്റീൻ, നല്ല ഭംഗിയുണ്ടല്ലേ, നല്ലൊരു ആംബിയൻസ് ഉള്ള ക്യാൻറ്റീൻ. അതുപോലെ ഈ ക്യാൻറ്റീനോട് ചേർന്ന് അതിന്റെ സ്റ്റാർട്ടപ്സിന് വേണ്ടിയിട്ട് അവർ പുതിയൊരു ഏരിയ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് സ്റ്റാർട്ടപ്സിനായിട്ട് അവരൊരു സ്പേസ് ആയിട്ട് കൊടുക്കുകയാണ് അല്ലേ. അപ്പോൾ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നവർക്ക് വേണമെങ്കിൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം, ഇവിടുത്തെ സ്റ്റുഡൻസിന് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം, വെളിയിൽ നിന്നുള്ളവർക്കും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇത് കണ്ടല്ലേ, ഇവരുടെ കോളേജിനകത്ത് തന്നെ സ്റ്റുഡൻസിനായിട്ട് ചെറിയൊരു ക്ലിനിക്ക്. അതായത് ഇവിടെ എപ്പോഴും ഡോക്ടറാണ്, അസിസ്റ്റ് ചെയ്യാൻ 2 നേഴ്സുമാരാണ്. നേഴ്സുമാരെന്ന് വെച്ചാൽ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് തന്നെ ഡോക്ടറിനെ അസിസ്റ്റ് ചെയ്തിട്ട് ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. കുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വന്നാൽ അവർക്ക് പുറത്തു കൊണ്ട് ആവശ്യമില്ല. മെഡിസിൻസും കാര്യങ്ങളും അതുപോലെ തന്നെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ അവൈലബിൾ ആണ്. ഇതാണ് ഇവരുടെ ഫാർമസിയുടെ വൺ ഓഫ് ദ ലാബ്. ഇതുപോലെ കുറേ ലാബ്സ് ഇവിടെ ഫാർമസിക്ക് അവൈലബിൾ ആണ്. അങ്ങനെ ഫാർമസിക്ക് നല്ലൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കോളേജാണ് ഈ ഒരു ക്യാമ്പസ് എന്ന് പറയുന്നത്. ഇത് ഇവിടുത്തെ ഫാർമസി സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള കമ്പ്യൂട്ടർ ലാബാണ്. കാര്യം വെച്ചാൽ അവർ ഫസ്റ്റ് ഇയർ സബ്ജക്റ്റിൽ കമ്പ്യൂട്ടർ സയൻസും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കമ്പ്യൂട്ടർ ലാബാണ്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ ലാബിലാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇത് ഫാർമസിയുടെ ആനിമൽ എക്സ്പെരിമെന്റ് ലാബാണ്. നമ്മൾ കണ്ടിട്ടില്ലേ, ചിലപ്പോൾ എലിയിലൊക്കെയാണ് മനുഷ്യന്മാരിൽ ഉപയോഗിക്കുന്നതിന് മുമ്പ് മരുന്നൊക്കെ പരീക്ഷിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ലാബ് ഫെസിലിറ്റിയാണ്, ഫാർമസി സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ലാബാണിത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫാർമസി സ്റ്റുഡൻസിൻ്റെ ഒരു ലാബിലാണ് നിൽക്കുന്നത്. അതായത് മെഡിസിൻസ് നമ്മളുടെ നാച്ചുറൽ പ്രൊഡക്ട്സിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ലാബ് ഫെസിലിറ്റിയാണ്. അതായത് ക്രൂഡ് ഡ്രഗ്സ് എന്ന് പറയും. അതായത് ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, ആംല, അതായത് നെല്ലിക്ക, അങ്ങനെ കുറേ ജിഞ്ചർ, അങ്ങനെ കുറേ കോഫി, ഇങ്ങനെയുള്ള കുറേ നമ്മുടെ നാച്ചുറൽ പ്രൊഡക്ട്സിൽ നിന്ന് നമുക്ക് മെഡിസിൻസ് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെപ്പറ്റി പഠിപ്പിക്കുന്ന ഒരു ലാബ് ഫെസിലിറ്റിയാണ് ഇവിടുത്തെ യുണൈറ്റഡ് കോളേജിലെ ഒരു ലാബ് ഫെസിലിറ്റിയാണ്. ഇത് ഫാർമസി സ്റ്റുഡൻസിൻ്റെ ഫിസിയോളജി ആൻഡ് അനാട്ടമി ലാബാണ്. ഇവിടെ ബോൺസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവർ കൂടാണ്ട് നഴ്സിംഗിനും വേണ്ടിയിട്ടുള്ള കോമൺ ആയിട്ടുള്ളൊരു ഫിസിയോളജി ആൻഡ് അനാട്ടമി ലാബും ഈ ഒരു ക്യാമ്പസിൽ അവൈലബിൾ ആണ്. ഇവിടുന്നാണ് വെസ്റ്റേൺ ഗാർഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്, കണ്ടില്ലേ. കാര്യം വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ താഴ്വരത്താണ് ഈ ഒരു കോളേജ് സ്ഥിതി ചെയ്യുന്നത്. നല്ല ബ്യൂട്ടിഫുൾ നാച്ചുറൽ ആംബിയൻസ് ആണ് ഈ ഒരു കോളേജിനുള്ളത്. ഇതാണ് ഇവിടുത്തെ കമ്പ്യൂട്ടർ ലാബ് വരുന്നത്. അതായത് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ്, അതുപോലെ തന്നെ BSc കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങിയ സ്റ്റുഡൻസിനായിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ ലാബാണ്. ഇതേപോലെ തന്നെ ടോട്ടൽ 4 ബ്ലോക്കിലായിട്ട് 4 ലാബ് ഇവർക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അത്യാവശ്യം എല്ലാ സിസ്റ്റംസും നല്ല സ്പെസിഫിക്കേഷൻസ് ഉള്ള സിസ്റ്റം തന്നെയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഇവിടുത്തെ ഫിസിയോതെറാപ്പിയുടെ OP ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. അപ്പോൾ ഇവിടുത്തെ ഫെസിലിറ്റീസ് എങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം. ഇത് ഇവരുടെ ഫിസിയോതെറാപ്പിയുടെ ഇലക്ട്രോ തെറാപ്പി റൂമാണ്. അതായത് പേഷ്യൻസ് ഇവിടെ വരാറുണ്ട്, കുട്ടികൾക്ക് പ്രാക്ടീസിനായിട്ടുള്ള ഒരു ഇലക്ട്രോ തെറാപ്പി റൂമാണ് ഇതുള്ളത്. ഇനി അടുത്തുള്ളതെന്ന് വെച്ചാൽ മെഷീൻ തെറാപ്പി റൂമിലേക്കാണ് നമ്മൾ പോകുന്നത്. ഫുള്ള് കോളേജ് ഉണ്ട്. ഏകദേശം 2-3 മണിക്കൂർ എടുത്തത് ഫുള്ള് കണ്ടു കവർ ചെയ്ത്. 4-5 ബ്ലോക്ക് ഉണ്ട് കോളേജ് ഫുൾ ആയിട്ട് അല്ലേ. അപ്പൊ ഓൾമോസ്റ്റ് എല്ലാം കണ്ടതിന് ഒരു ഫൈനൽ റിവ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ കോളേജ് അടിപൊളിയാണ്. പ്രത്യേകിച്ച് നെഗറ്റീവ്സ് പറയാനായിട്ടൊന്നുമില്ല. കുട്ടികളായിട്ട് കുറെ നമ്മൾ ഔട്ട് ഓഫ് ദ ക്യാമറ കുറെ സംസാരിച്ചു നോക്കി, ആർക്കും പ്രത്യേകിച്ച് നെഗറ്റീവ് ഒന്നും പറയാനില്ല. കാര്യം നമ്മൾ ആദ്യം ഈ എല്ലാം പോസിറ്റീവ് റിവ്യൂ ചെയ്യണം, നമ്മൾ വിചാരിച്ചത് എന്തോ കുട്ടികളെ എങ്ങാണ്ട് ഫോഴ്സ്ഫുള്ളി പറയിപ്പിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് ലാസ്റ്റ് ഇതിനെപ്പറ്റി ഫുള്ള് മനസ്സിലാക്കിയത് നമുക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ ചെയർമാൻ ആളൊരു പുലി തന്നെ. കാര്യം ആളുടെ കോർഡിനേഷൻ ആണ് ഈ ഒരു ക്യാമ്പസ് ഇത്രയും പോസിറ്റീവ് റിവ്യൂവിൽ കൊണ്ടുപോകാൻ പറ്റും. അതും 1-2 കുട്ടികളൊന്നും അല്ല, 4000+ സ്റ്റുഡൻസ് ആണ് ഇവിടെ പഠിക്കുന്നത്. കാര്യം പുള്ളി എന്ന് വെച്ചാൽ വൃത്തിയുടെ കാര്യത്തിൽ മെയിൻ ആണ്. ഓരോ ബ്ലോക്കിലും 10-12 സ്റ്റാഫാണ് ക്ലീനിങ്ങിന് വേണ്ടി മാത്രം ഉള്ളത്. അതുപോലെ ഹോസ്റ്റലാണെങ്കിലും മെസ്സാണെങ്കിലും എല്ലാം വൃത്തിയാണ്. അതുപോലെ തന്നെ ഫാക്കൽറ്റീസ് ആണെങ്കിൽ ലാബിന്റെ കാര്യത്തിൽ ലാബൊക്കെ കണ്ടെന്ന് വെച്ചാൽ നമ്മൾ 10-20ഓളം കോളേജ് ഇപ്പം പോയി. അതിലൊന്നും ഇത്രയും നല്ല ഭംഗിയുള്ള ലാബോ അല്ലെങ്കിൽ ഇത്രയും ഫെസിലിറ്റി ഉള്ള അത്രയും ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ടുള്ള അതുപോലെ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ലാബ് നമ്മൾ കണ്ടിട്ടില്ല. അതുപോലെ ഫാർമസിക്ക് ആണെന്നുള്ള കുറെ ലാബ്സ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതായത് ഇത്രയും നല്ല ലാബ്സ് നമ്മൾ സത്യം പറഞ്ഞാൽ വേറെ ഒരു ക്യാമ്പസുകളും കണ്ടിട്ടില്ല. വേറെ ലാബ് മോശമൊന്നല്ല, അത്യാവശ്യം നല്ല ലാബുകളാണ് ബാക്കിയുള്ളത്. പക്ഷെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഫാർ ബെറ്റർ ആണ് ഇവിടുത്തെ ലാബ് ഫെസിലിറ്റീസും കാര്യങ്ങളും. എന്തായാലും നമ്മൾ ഒരു എന്താ പറയാ
ഒരു നെഗറ്റീവും പറയാൻ പറ്റാത്ത ഒരു പിന്നെ ക്യാമ്പസ് ആയി പോയി. പെൺകുട്ടികൾക്ക് ഭയങ്കര സേഫ്റ്റി എന്നുവെച്ചാൽ 2 ഹോസ്റ്റൽ പെൺകുട്ടികൾക്കായിട്ട് മാത്രമുണ്ട്. പിന്നെ മലയാളി കുട്ടികളെ നമ്മൾ വെൽക്കം ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 60 കുട്ടികളുള്ള ഒരു നഴ്സിംഗ് ബാച്ച് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു 85%, അതായത് 45 കുട്ടികളും മലയാളികളായിരിക്കും. അലൈഡ് കോഴ്സിലും അങ്ങനെ തന്നെ, നഴ്സിംഗ് കോഴ്സിലും അങ്ങനെ തന്നെ അല്ലേ? അതെ. അപ്പോൾ ഈ ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാണ്ട് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മളുടെ സ്കോളർഷിപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം ആ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നെക്സ്റ്റ് ഒരു കോളേജിന്റെ വീഡിയോ റിവ്യൂ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.